വെൽക്കം ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് വറുത്തരച്ച ഒരു ചിക്കൻ കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇതെല്ലാത്തിനെയും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇനി നമുക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കാം. വറുത്തരച്ച ചിക്കൻ കറി തയ്യാറാക്കാൻ വേണ്ടി 1 കപ്പ് തേങ്ങ ചിരകിയതാണ്. ഇത് നമുക്ക് ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ തേങ്ങ പെട്ടെന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് മിക്സിയുടെ ജാറിൽ 1-2 സെക്കൻഡ് ഒന്ന് കറക്കി ഒന്ന് പൊടിച്ചു കൊണ്ടുവരാം. തേങ്ങ പൊടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇതുപോലെ പൊടിച്ചെടുക്കണം. ഇങ്ങനെ ആകുമ്പം നമുക്ക് തേങ്ങ പെട്ടെന്ന് മൂത്ത് കിട്ടും. അതിനുവേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഒരേപോലെ മൂത്ത് കിട്ടും. തേങ്ങ വറുത്തെടുക്കാൻ വേണ്ടി ഒരു ചട്ടി അടുപ്പേ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏതെങ്കിലും കുക്കിംഗ് ഓയിൽ എടുക്കുക. ഞാൻ വെളിച്ചെണ്ണ എടുത്തത്. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് 4 ഗ്രാമ്പു ഇട്ട് കൊടുക്കുക. 3 ഏലക്ക ഇട്ട് കൊടുക്കുക. 1 കഷ്ണം കറുവപ്പട്ട, 1 ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കുക. 1 തക്കോലം അല്ലെങ്കിൽ സ്റ്റാർ അനീസ്. ഇതൊന്നും ചെറുതായിട്ടൊന്ന് പൊട്ടട്ടെ. 1 ടീസ്പൂൺ വലിയ ജീരകം അല്ലെങ്കിൽ പെരുംജീരകം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതെല്ലാം കൂടെ ഒന്ന് പൊട്ടി വരണം. എല്ലാം ഒന്ന് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഈ പൊടിച്ചു വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 1 തണ്ട് കറിവേപ്പില കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുക. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നല്ലപോലെ ഇതൊന്ന് വറുത്തെടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ട് നല്ല ബ്രൗൺ കളറിൽ വറുത്തെടുക്കണം. അടിക്ക് പിടിക്കാതെ കരിയാതെ ഇളക്കിയെടുത്ത് വറുത്തെടുക്കണം. തേങ്ങ ബ്രൗൺ നിറമായിട്ടുണ്ട്, മൂത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. ലോ ഫ്ലെയിമിൽ 1 മിനിറ്റ് നമുക്ക് ഈ മസാലയൊന്ന് ഇളക്കിയെടുക്കണം. അപ്പോൾ അതിൻ്റെ പച്ചമണമൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കാം. ഇത് ഇരുമ്പിൻ്റെ പാത്രം ആയതുകൊണ്ട് ഇതിൽ ഇരുന്ന് ഒന്നുകൂടെ ഒന്ന് ചൂടായി മൂക്കും. നല്ല ചൂടായി ഈ ചട്ടിക്ക്. ഇപ്പോൾ കുറച്ചൊന്ന് തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ജാറിലേക്ക്, ഈ തേങ്ങ പൊടിച്ച ജാറിലേക്ക് തന്നെ നമുക്കിത് കോരാം. ഇനി ഇത് അരച്ച് കൊണ്ടുവരാനാണ്. 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്ക് ഈ തേങ്ങയൊന്ന് അരച്ച് കൊണ്ടുവരാം. ഒന്ന് പേസ്റ്റാക്കി കൊണ്ടുവരാം. ഈ ജാറിലേക്ക് 1 കഷ്ണം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുക്കുക. പതിനഞ്ചല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. ഇത് നമുക്കൊന്ന് ചതച്ച് കൊണ്ടുവരാം. ജാറിൽ 1-2 സെക്കൻഡ് ഒന്ന് കറങ്ങുമ്പോൾ ഒന്ന് ചതഞ്ഞ് കിട്ടും. ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. 1.5 കിലോൻ്റെ ഒരു കോഴിയാണ് വാങ്ങിച്ചത്. അത് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുത്തപ്പം കറക്റ്റ് 1 കിലോ ഉണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഏതെങ്കിലും കുക്കിംഗ് ഓയിൽ എടുക്കുക. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ വലിയ ജീരകം ഇട്ട് കൊടുക്കുക. ജീരകം പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്കൊരു ബേ ലീഫ് ഇട്ട് കൊടുക്കാം. 3 സവാള നീളത്തിൽ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചത് ഇട്ട് കൊടുക്കുക.
ഞാൻ എപ്പോഴും ഇറച്ചിക്ക് പേസ്റ്റ് ഉണ്ടെങ്കിൽ പേസ്റ്റ് ഇട്ടാൽ മതി, ചതച്ചിട്ടാൽ ഒന്നുകൂടെ നല്ലത്. 4 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കും. 2 തണ്ട് കറിവേപ്പില കഴുകി ക്ലീൻ ചെയ്ത് കൊണ്ടുവച്ചിരിക്കുക, അത് നമുക്ക് ഇതിലേക്ക് ഇട്ടു. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി വഴറ്റിയെടുക്കാം. ഉള്ളി പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം, ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്. ഉള്ളിയൊക്കെ വാടിയിട്ടുണ്ട്, ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് 2 തക്കാളി അല്ലെങ്കിൽ ടൊമാറ്റോ 2 എണ്ണം ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ടൊമാറ്റോ ഇട്ടൊന്ന് ഇളക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. കഴുകി ക്ലീൻ ചെയ്ത് കൊണ്ടുവച്ചിരിക്കുക. നമ്മൾ നാടൻ ചിക്കനാണ് വാങ്ങിച്ചിരിക്കുന്നത്. സൈഡ് കൂട്ടി ഇളക്കി കൊടുക്കണം, ഇറച്ചിയിലിട്ട് കുത്തരുത്. അഞ്ച് മിനിറ്റ് നമ്മൾ ഇറച്ചി ഇട്ടൊന്ന് ഇളക്കി റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ വറുത്തരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ അരച്ച ജാറ് കലക്കിയ വെള്ളമായി ഒഴിക്കുന്നത്. ഇത് 1/2 കപ്പ് വരെ ഉണ്ട്. എല്ലാം കൂടി നമ്മൾ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി 1 കപ്പ് കൂടി ഒഴിച്ചു കൊടുക്കാം. ഉപ്പ് 1/2 ടീസ്പൂൺ നമ്മൾ ഉള്ളി വഴറ്റിയപ്പോൾ ഇട്ടായിരുന്നു. ഇനി 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. ഉപ്പ് ടേസ്റ്റ് അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. സൈഡ് കൂട്ടി ഇളക്കണം. ഞാൻ ഇറച്ചിയൊക്കെ വയ്ക്കുന്ന ഒരു ഇരുമ്പ് ചീനിച്ചട്ടിയാണ് കേട്ടോ, ഇതിലാണ് ഞാൻ ഇറച്ചി വയ്ക്കുന്നത്. ചിക്കൻ കറി നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിലിട്ട് നമുക്കൊരു 20-25 മിനിറ്റ് നല്ലപോലെ അടച്ച് മൂടി വേവിച്ചെടുക്കാം. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. വാ, നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇടയ്ക്ക് 2-3 പ്രാവശ്യം നമ്മൾ തുറന്നൊന്ന് ഇളക്കണം കേട്ടോ, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. ഇതാ ഇങ്ങനെ നടുക്കോട്ട് തവി ഇട്ടിട്ട് ഇങ്ങനെ പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഒരു 5 മിനിറ്റ് കൂടി ഇരുന്നോട്ടെ. നമുക്കൊന്ന് തുറക്കാം. ഇറച്ചിക്കറി എല്ലാം റെഡി ആയിട്ടുണ്ട്. 25 മിനിറ്റ്, അരമണിക്കൂറാകുമ്പോൾ നല്ലപോലെ വെന്ത് കിട്ടും. ഇതിപ്പോൾ അരമണിക്കൂറായി. 25 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇറച്ചി ഒരുവിധം വേവും. നമുക്ക് കുറച്ച് മല്ലിയില ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി, ഇഷ്ടമില്ലെങ്കിൽ ഇടണ്ട. എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.